ഇവിടെ ഇയാൾക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ആരും തന്നെ ഒരു നല്ല കാര്യത്തിനും ഇയാളെ വിളിക്കാറില്ല. അയാൾ ദിവസവും അത് തന്നെ ചിന്തിച്ച് വിഷമിച്ച് നാട്ടുകാരോടെല്ലാവരോടും വഴക്കിടും. ഒരു ദിവസം അയാൾ കാട്ടിലേക്ക് തേൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നു. അയാൾ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ആരോ ഒരു കുഞ്ഞിനെ മലമുകളിൽ കിടത്തിവിട്ട് പോയിരിക്കുന്നു. അയാൾ അപ്പോൾ തന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അവിടെ തന്റെ സ്വന്തം മകനായി അവനെ വളർത്താൻ തുടങ്ങുന്നു. ആ കുഞ്ഞ് വളർന്ന് ആ നാട്ടിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും ഒന്നാം സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്നു. അതിൽ അയാൾ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. ഒരു ദിവസം ആ നാട്ടിലുള്ളവരെല്ലാം തന്നെ മലയ്ക്ക് പോകുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ഇപ്രാവശ്യം മലയ്ക്ക് പോകാൻ വേണ്ടി ആഗ്രഹമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇപ്രാവശ്യം ഞാനും മാല ധരിക്കുന്നുണ്ട് എന്നവരോട് പറയുകയാണ്. എന്നാൽ ഇവന്റെ നാട്ടുകാർക്കൊന്നും ഇവന് ഇഷ്ടമല്ലാതെ കൊണ്ട് തന്നെ അവർ അത് വലിയൊരു പ്രശ്നമാക്കുകയാണ്. എന്നാൽ പോകാൻ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അവൻ സ്വന്തം മകന്റെ കയ്യിൽ നിന്നും മാല ധരിക്കുന്നു. ഇതിനിടയിൽ നാട്ടുകാർ ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലി ചാടിപ്പോകുന്നത് കാണുന്നു. അവിടെ എത്തിയ ഫോറസ്റ്റ് ഓഫീസർമാർ പരിശോധിച്ച് അത് പുലി തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരും വീട് വിട്ട് പുറത്തിറങ്ങരുത് എന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ മാല ധരിച്ചിരുന്നവരെല്ലാം തന്നെ ഇരുമുടി കെട്ടി മലയിറങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ആ നാട്ടിലെ 4-5 പേരെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഹീറോ മാല ധരിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരു മരത്തിൽ കെട്ടി അവർ മാല അഴിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അവിടെ എത്തിയ ഹീറോയുടെ മകൻ ദയവായി ആ മാല അഴിക്കരുത്, നിങ്ങൾക്ക് മാല ധരിക്കാൻ തടസ്സം ആ പുലിയാണല്ലോ, ആ പുലിയെ ഞാൻ പിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. നാട്ടുകാരും ഫോറസ്റ്റ് ഓഫീസർമാരും അവിടെ എത്തുന്നുണ്ട്. അവർ പുലിയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഹീറോയുടെ മകൻ പുലിയുടെ മേൽ ഇരുന്ന് വരുന്നത് കാണുന്നു. അപ്പോഴാണ് ഇത്രയും നാളായി ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്നത് അയ്യപ്പസ്വാമിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്.